പക്ഷെ സാറ് പറയാറുള്ള ആ 3 അക്ഷരമുള്ള വാക്കായിരുന്നു എന്റെ ധൈര്യം. ഏതു വാക്ക്? വിശ്വാസം. ശ്രീലക്ഷ്മി, താൻ ഉറങ്ങിയോ? ശ്രീലക്ഷ്മി, ഉറങ്ങിയല്ലേ? നന്നായി. എനിക്ക് പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. പണ്ട് നഷ്ടപ്പെട്ട ചിലതൊക്കെ വൈകിയാണെങ്കിലും തിരികെ കിട്ടുമ്പോ സന്തോഷിക്കണോ അതോ ഉപേക്ഷിക്കണോ എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ. നീ കോയമ്പത്തൂർ പോയാന് ഞാൻ എന്തിനു തടഞ്ഞു എന്ന് നീ ചോദിച്ചില്ലേ? ഇപ്പൊ അതിനുള്ള ഉത്തരം പറയാം. നീ പോയിരുന്നെങ്കിൽ ഞാൻ പശ്ചാത്തപിക്കേണ്ടി വരുമെന്നുള്ള ഭയം. നീ നേരത്തെ പറഞ്ഞില്ലേ നിന്റെ കൂടെ ഞാനുണ്ടെങ്കിൽ നിനക്കൊന്നിനെയും ഭയമില്ലെന്ന്. പക്ഷേ നിന്റെ കൂടെ ഞാനുണ്ടെന്നുള്ളതാണ് എന്റെ ഭയം. സത്യം. അത് മാത്രമല്ല, ഞാൻ വേറെയും പല ഭയങ്ങളുടെയും വലയത്തിലാണ്. പ്രശസ്തിയും പദവിയും എത്രയും കൂടുതലാണോ അത്രയും ഭയവും നമ്മുടെ ചുറ്റുമുണ്ടാവും. എന്റെ കണ്ണുകളെ നീ കാണുമ്പോ നിനക്ക് സംസാരിക്കാൻ ആവേശം തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് നിന്റെ കണ്ണുകളെ കാണുമ്പോൾ തോന്നുന്നത് ഒരുതരം ഉത്കണ്ഠ നിറഞ്ഞ ഭയമാണ്. സന്തോഷം കൂടെ ഇടകലർന്ന ഒരു ഭയം. ലോകത്ത് ഒരേ ഒരു കുറ്റകൃത്യമേ ഉള്ളൂ, മോഷണം. മറ്റു കുറ്റകൃത്യങ്ങളെല്ലാം ഈ മോഷണത്തിന്റെ പല രൂപഭേദങ്ങൾ മാത്രമാണ്. ഒരാളെ കൊല ചെയ്താൽ അത് അയാളുടെ പ്രാണനെ മോഷ്ടിച്ചതിന് തുല്യമാണെന്ന് ഞാൻ പറയും. ഒരു ഭാര്യയിൽ നിന്ന് അവളുടെ ഭർത്താവിനെ മോഷ്ടിച്ചതുപോലെ, ഒരു കുഞ്ഞിൽ നിന്നും പിതാവിനെ മോഷ്ടിച്ചതുപോലെ ഒരു ഭീകരമായ മോഷണമാണത്. കള്ളം പറഞ്ഞാൽ അതൊരാളുടെ വിശ്വാസത്തെ മോഷ്ടിച്ചതുപോലെയാണ്. ഒരാളുടെ മേലെ കൈവച്ചാൽ അത് നീതിയെ മോഷ്ടിച്ച പോലെയാകും. അങ്ങനെ 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 എല്ലാ കുറ്റകൃത്യങ്ങളും മോഷണം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഇവിടെ നിന്റെ കാര്യത്തിൽ ഞാൻ കുറ്റവാളിയാവുകയാണ്. നിന്റെ നിഷ്കളങ്കത മോഷ്ടിച്ച കുറ്റവാളി. ഒരു ചെറിയ പെൺകുട്ടിയുടെ മനസ്സിൽ മോഹത്തിന്റെ വിത്തുഭാഗിയ കുറ്റവാളിയാണ് ഞാൻ. ഇതൊക്കെ വേണമെന്ന് കരുതി മനഃപൂർവ്വം ചെയ്തതല്ല. മോഷണത്തിന്റെ കാരണം പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് നീതി ന്യായമാകുന്നുമില്ല. സമ്മതിക്കുന്നു. എന്റെ മനസ്സിലുള്ളത് അറിയാൻ വേണ്ടി 24 മണിക്കൂറിന്റെ വെല്ലുവിളി നീ നടത്തി. ആ വെല്ലുവിളി ഞാൻ പരാജയപ്പെട്ടു. എന്നിട്ടും എന്റെ മനസ്സിലുള്ള കാര്യം നിന്നോട് പറയാൻ എനിക്ക് കഴിയുന്നില്ല. ശ്രീലക്ഷ്മി, ഞാൻ നിസ്സഹായനാണ് ഇവിടെ. വെറും നിസ്സഹായൻ. നിനക്ക് മനസ്സിലുള്ളത് പെട്ടെന്ന് പറയാൻ കഴിയും. പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് അതിന് പറ്റുന്നില്ല.
നിനക്ക് ഇഷ്ടം, പ്രേമം, പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ സുന്ദരമായ നിറങ്ങളുടെ ലോകമാണ്. ഒരു മധുര കാവ്യം പോലെ, കവിത പോലെ. പക്ഷേ എനിക്കിത് വലിയ ഉത്തരവാദിത്തമാണ്. എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ബന്ധങ്ങൾ അതിര് കടന്നാൽ അത് എങ്ങനത്തെ ബന്ധമാണെങ്കിലും സമൂഹം അതിനെ ചോദ്യം ചെയ്യും. നമ്മുടെ ബന്ധത്തെപ്പറ്റി എന്റെ മനസ്സിലുള്ള ആയിരക്കണക്കിന് ചോദ്യങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിലും ഉണ്ടാകുമെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. ആ ചോദ്യങ്ങൾക്കെല്ലാം ഞാനെങ്ങനെ ഉത്തരം നൽകും? എന്തുത്തരം നൽകും? നോ. നീ ചോദിച്ചിരുന്നല്ലോ എന്റെ മനസ്സിലുള്ളത് ചെയ്യാൻ ഞാനെന്തിനാ മറ്റുള്ളവരോട് ചോദിക്കുന്നതെന്ന്. ഇത് തന്നെയാ നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ദൂരെ നിന്ന് നോക്കുന്നവർക്ക് നമ്മളുടെ ബന്ധം വളരെ വിചിത്രമായിട്ട് തോന്നുമെന്നുള്ള ഭയം എനിക്കുണ്ട്. അന്ന് നീ നിന്റെ മനസ്സിലുള്ളത് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷവും ദുഃഖവും ഒരുമിച്ച് വന്നിരുന്നു. നീ നിഷ്കളങ്കയാണ്, അതും ഒരുപാട് കാര്യങ്ങളിൽ. നിന്റെ ഈ നിഷ്കളങ്കതയാ ഈ രവിചന്ദ്രവർമ്മയെ തോൽപ്പിച്ചതും. നിന്നെ കമ്പനിയിൽ ജോലിക്കെടുത്തത് പോലും നിന്റെ ഈ നിഷ്കളങ്കത കാരണമാണ്. ദി ഫേമസ് ബിസിനസ് ഐക്കൺ രവിചന്ദ്ര വർമ്മനെ നീ മാറ്റിമറിച്ചു. ഈ രവിചന്ദ്രവർമ്മൻ പൂർണ്ണമായിട്ട് മാറിപ്പോയി. നിനക്കറിയാവോ, ഞാൻ എപ്പോഴും വീമ്പിളക്കാറുണ്ട് ഈ രവിയുടെ മനസ്സ് ഒരിക്കലും മാറില്ല എന്ന്. അത് ന്യൂസ് പേപ്പറിന്റെ ഹെഡ്ലൈൻ ആയിട്ട് പോലും വന്നിട്ടുള്ളതാ. പക്ഷേ ശ്രീലക്ഷ്മി, ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞ നീയും കുറ്റവാളിയായി തീരും. അത് പറയാൻ എന്നെ കൊണ്ടാകുന്നില്ല. അത് ഓർക്കുമ്പോ തന്നെ എന്റെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ട്. ഈ സ്കൂൾ കുട്ടികൾ ബൈഹാർട്ട് ചെയ്ത കവിത മറന്നു പോകുമ്പോ ഒരു അവസ്ഥയാണ്, അതുമാതിരി ഒരു അവസ്ഥ. വലിയ വലിയ സ്പീച്ചുകൾ നടത്തിയിട്ടുള്ള ഈ രവിചന്ദ്രവർമ്മന് ഇന്ന് വാക്കുകൾ കിട്ടുന്നില്ല. ഹൗ പിറ്റി ഐ ആം. മനസ്സും ബുദ്ധിയും എന്റെ സമ്മതമില്ലാതെ കലഹിക്കുന്ന പോലുണ്ട്. നിനക്ക് മാത്രമല്ല, എനിക്കും അനേകം ചോദ്യങ്ങളുണ്ട്. ഞാൻ എന്തിന് നിന്നെ കോയമ്പത്തൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ക്ഷേത്രത്തിൽ വെച്ച് നിന്നെ കണ്ടിട്ടും ഞാൻ എന്തിനു മറഞ്ഞു നിന്നു? വഴിയിൽ വന്ന് നിന്നെ എന്തിനു ഞാൻ തടഞ്ഞു? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഒന്നാണ് ശ്രീലക്ഷ്മി. പക്ഷേ ഞാനത് സമ്മതിക്കാൻ തയ്യാറല്ല. ശ്രീലക്ഷ്മി, ഞാൻ മറ്റെന്തൊക്കെയോ ഉത്തരം അന്വേഷിക്കുകയാണ് നിന്നോട് പറയാൻ. പക്ഷേ കിട്ടുന്നതൊക്കെ വെറും ഡ്യൂപ്ലിക്കേറ്റ് ഉത്തരങ്ങൾ മാത്രം. സത്യം എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ. നിന്റെ വെല്ലുവിളിയിൽ ഞാൻ തോറ്റപ്പോൾ ആ തോൽവിയിലും എനിക്ക് ഒരുതരം സുഖമുണ്ടായിരുന്നു. സത്യം, ഞാൻ കരുതിയത് നടന്നല്ലോ എന്നൊരു സന്തോഷം എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും നീ തോറ്റില്ലേ, ഇനി നീ നിന്റെ മനസ്സിലുള്ളത് പറയൂ എന്ന് ബുദ്ധി വാശി പിടിക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും. ആ വാശി വലുതാകുമോ എന്നുള്ള ഭയമാണ് എനിക്ക്. ആ ഭയത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നോട് ദേഷ്യം കാണിക്കുന്നത്. പക്ഷേ എപ്പോഴും നിന്നോട് ദേഷ്യപ്പെടുമ്പോ നിനക്ക് എന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെടുമോ എന്നുള്ള ഉത്കണ്ഠ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കാൻ ഞാൻ നിനക്ക് കൂടുതൽ പരിചരണം നൽകി. ഇതെല്ലാം കൂടി ഒന്നിനു പിറകിൽ ഒന്നായി
കൂടിക്കുഴഞ്ഞ് കുരുക്കഴിക്കാൻ പറ്റാത്ത അഴിയാക്കുരുക്കിന്റെ അവസ്ഥയിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. സത്യം പറഞ്ഞ ഈ കുഴപ്പത്തിന്റെ പേരെന്താണെന്ന് എനിക്കറിയാം. പ്രണയം. പ്രണയം മാത്രം. സാർ എനിക്ക് പകരം ഗിഫ്റ്റ് ഒന്നും തന്നില്ല. ശ്രീ, നീ നേരത്തെ പകരം ഗിഫ്റ്റ് ചോദിച്ചില്ലേ? നീ ഉണരുമ്പോൾ അത് നൽകാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ തന്നെ എന്റെ ഗിഫ്റ്റ് ഞാൻ നൽകുകയാണ്. ശ്രീലക്ഷ്മി, I love you, 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 I love you so much. എനിക്ക് നിന്നോടുള്ള പ്രണയം സത്യമാണ്. ആ ഒരു സത്യം മാത്രമേ ഇന്ന് ഈ ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ. I love you, Sri. I love you so much. കാർ എവിടെയാ എത്താൻ കണ്ടത്? ബൈപ്പാസ് റോഡിന്റെ സൈഡിലാ. രവിവർമ്മൻ സാറ്? സാറിന് എവിടെയെങ്കിലും കണ്ടില്ല. കാർ ലോക്കാ. അത് സാരമില്ല, സ്പെയർ കീ എന്റെ ഉണ്ട്. ഏതായാലും ആ വഴിയാ കോയമ്പത്തൂരിലേക്കുള്ള ബസ് പോയിരിക്കുന്നത്. ഒന്നുകിൽ രവി ബസ് തടഞ്ഞിർത്തി അതിൽ പോയി കാണും, അല്ലെങ്കിൽ
ഒരു കാര്യം മറന്നു. ട്രാവൽസിൽ നിന്ന് ആ ബസിന്റെ ഡ്രൈവറുടെയോ അറ്റൻഡറുടെയോ ഫോൺ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ ആളിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയേനെ. സർ, ആ ട്രാവൽസിൽ എനിക്ക് പരിചയമുള്ള ഒരു ഡ്രൈവറുണ്ട്, ലോനപ്പൻ ചേട്ടൻ. ഏത് ലോനപ്പൻ ചേട്ടൻ? മദ്യപിച്ച് വണ്ടി എടുത്തതിന് നമ്മൾ പിരിച്ചുവിട്ട ഡ്രൈവർ ലോനപ്പനോ? അതെ സർ, അന്നാ സംഭവത്തോടുകൂടി ആളിപ്പോ ഡീസന്റാ. എന്റെ നമ്പറുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ, ആ ഹലോ ചേട്ടാ, എന്തായി? എന്തായി? നമ്പർ കിട്ടിയോ? ഇല്ല സർ, ചേട്ടൻ മോളുടെ കല്യാണ ആവശ്യത്തിന് ലീവില. ആരാ ഡ്രൈവർ എന്ന് അന്വേഷിച്ചിട്ട് നമ്പർ വിളിച്ച് പറയാന്ന് പറഞ്ഞു. ശരി ശരി, എന്നാ ബൈക്ക് വിട്ടിരിക്കട്ടെ. ദത്തം കയറ്, നമുക്കേ സാറിന്റെ വണ്ടി കിടക്കുന്നിടത്തേക്ക് പോവാം. വഴിയിൽ ലോനപ്പൻ ചേട്ടനെ വിളിച്ചാലും കിട്ടുമല്ലോ. ആ എന്നാ കയറ്. ഒരുപാട് സന്തോഷമുണ്ട് സർ, ഒരുപാട് സന്തോഷം. ഈ ലോകം മുഴുവൻ തെരഞ്ഞാലും ഇന്നത്തെ ഈ രാത്രിയില് എന്നെക്കാൾ സന്തോഷമുള്ള ഒരാളെ കിട്ടില്ല കാണാൻ. ഇതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് ആർക്കാ കിട്ടുന്നത്? എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. സർ, ഒന്നു മാത്രം എന്നും ഓർത്തോളൂ. ആരെയൊക്കെ ഞാനിനി പരിചയപ്പെട്ടാലും അവരെത്രയൊക്കെ ടാലന്റഡ് ആയിരുന്നാലും അവരൊന്നും സാറിന് തുല്യമാവില്ല. രവിചന്ദ്രവർമ്മന് പകരം വെക്കാൻ രവിചന്ദ്രവർമ്മൻ ഒരാളെ ഉള്ളു സർ. സാർ മാത്രം. ബസിന്റെ ഡ്രൈവറുടെ നമ്പർ കിട്ടിയ ഞാൻ സാറിന്റെ കാർ കൊടുത്ത് പോകും. ദത്തൻ എന്റെ കാർ ഓഫീസിൽ ഇട്ടാ മതി. ശരി സർ. ഹലോ, ആ ചേട്ടാ, ശരി, ഓക്കെ ഏട്ടാ. ലോനപ്പൻ ചേട്ടനാ വിളിച്ചത്. ഡ്രൈവറുടെ നമ്പർ കിട്ടി. ഇപ്പൊ നമ്പർ വാട്സപ്പിൽ അയച്ചു തരാന്ന്. വെരി ഗുഡ്. ആ നമ്പർ വന്നു.
ഹലോ, ഞാന് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടി അതിൽ യാത്ര ചെയ്യുന്നുണ്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു. താനെ എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയണം. ഓക്കെ, ശരി. ദത്താ, ആ വണ്ടി എടുത്ത് ഓഫീസിൽ കൊണ്ടിട്ടേക്ക്. ശരി സർ. ഇന്നലെ ഏർപ്പാടാക്കിയ ടാക്സി എത്തിക്കാണോയിരിക്കും. അയാൾക്ക് രാത്രി മദ്യപിച്ചെന്റെ ഹാങ് ഓവർ ഇല്ലാതിരുന്ന മതിയായിരുന്നു. സ്പീഡിൽ നടക്ക്. എത്രയും പെട്ടെന്ന് ഈ പുലരി നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം നമുക്ക്. വാ. രാജാറാം, രാത്രി ഒരു വണ്ടിയും കിട്ടിയില്ല. അപ്പൊ പുറപ്പെടുകയല്ലേ, അതോ മറ്റെന്തെങ്കിലും പ്രോഗ്രാം?
ഫോണിൽ സിഗ്നലും കിട്ടിയില്ല രാജാറാം. ശരി സാർ, മനസ്സിലായി. ഇപ്പൊ പോവുകയാണോ അതോ? ആ, ഇവിടെ ഫോൺ നെറ്റ്വർക്ക് ഇല്ലായിരുന്നിട്ടും സാറിന് എങ്ങനെ മനസ്സിലായി ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്? അതിന് ഫോൺ സിഗ്നൽ വേണമെന്നില്ല ശ്രീലക്ഷ്മി മാഡം. ഈ സിഗ്നലിന് അറിയാൻ കഴിയും രവിചന്ദ്രവർമ്മൻ എവിടെ കാണുമെന്ന്. പുറപ്പെടാം സാർ, പ്ലീസ്. ശ്രീലക്ഷ്മി മാഡം, മാഡം ആ കാറിലാ പോകുന്നത്. സേഫാണ്, പരിചയമുള്ള ഡ്രൈവറാ, വീട്ടിൽ കൊണ്ടാക്കും. സാർ, പ്ലീസ്. രാജ, സത്യമായിട്ടും ഇന്നലെ ഇവിടുന്ന് പുറപ്പെടാൻ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ ഒരു അറേഞ്ച്മെന്റ്സും നടന്നില്ല. വി വർ ടോട്ടലി ഔട്ട് ഓഫ് മൊബൈൽ നെറ്റ്വർക്ക്. സാർ, പ്ലീസ്, ഇപ്പൊ നമുക്ക് ആ വിഷയം സംസാരിക്കണ്ട. ഇറ്റ് ഈസ് ബെറ്റർ യു ടേക്ക് സം റെസ്റ്റ്. ഓക്കെ, അങ്ങനെയൊക്കെ അങ്ങനെ. ദത്ത, മുന്നിൽ ഏതെങ്കിലും നല്ല ഹോട്ടൽ കാണുകയാണെങ്കിൽ വണ്ടി ഒന്ന് നിർത്തണം. വിശക്കുന്നുണ്ട് എനിക്ക്. ഓക്കെ സാർ. ശ്രീലക്ഷ്മി, I love you. I love you so much. എനിക്ക് നിന്നോടുള്ള പ്രണയം സത്യമാണ്.
ആ ഒരു സത്യം മാത്രമേ ഇന്ന് ഈ ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ.